നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 14-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ആധാർ കാർഡിലെ പേര്, ജനനത്തീയതി തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ തിരുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആധാറിലെ പേര്, മേൽവിലാസം, ജനനത്തീയതി എന്നിവയിൽ തെറ്റുകൾ വരുന്നത് പതിവായതിനാൽ തന്നെ ആളുകൾ ഇവ തുടർച്ചയായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം തട്ടിപ്പുകൾ തടയാനും അതോടൊപ്പം തന്നെ വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുമായിട്ട് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയുണ്ടായി. ഇതനുസരിച്ച് ഒരാൾക്ക് തൻ്റെ ജീവിതകാലത്ത് ആധാർ കാർഡിലെ പേര് 2 തവണ മാത്രമേ മാറ്റാൻ സാധിക്കൂ. ജനനത്തീയതിയും ലിംഗഭേദവും, അതായത് ജെൻഡർ ഉൾപ്പെടെ 1 തവണ മാത്രമേ തിരുത്താനായിട്ട് അവസരം ലഭിക്കുകയുള്ളൂ. തെറ്റായ വിവരങ്ങൾ ആവർത്തിച്ച് മാറ്റുന്നതും വ്യക്തിവിവരങ്ങളൊക്കെ തന്നെ ദുരുപയോഗം ചെയ്യുന്നതും തടയാനായിട്ട് ഈ ഒരു നീക്കം സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. അതേസമയം വിലാസം മാറ്റുന്നതിന് നിലവിൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ തന്നെ ആവശ്യമുള്ളപ്പോഴെല്ലാം തന്നെ വിലാസം പുതുക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കർഷകർ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതികളിലൊന്നായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം, അതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഔദ്യോഗികമായിട്ട് നിർവഹിച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് പ്രധാനമന്ത്രി തുക വിതരണം നടത്തിയത്. ഇതോടെ രാജ്യത്തെ അർഹരായിട്ടുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം നേരിട്ട് എത്തി തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനം വഴിയാണ് ഈ ഒരു 2000 രൂപ തുക കൈമാറുന്നത് എന്നുകൊണ്ട് തന്നെ ഇടനിലക്കാരുടെ സഹായമില്ലാതെ തുക സുതാര്യമായി തന്നെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. ഇന്നലെ രാത്രിയോടെ തന്നെ മിക്കവാറും എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിൽ ഈ 2000 രൂപ ക്രെഡിറ്റായി തുടങ്ങിയെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലിപ്പോൾ ഇതുവരെ തുക ലഭിച്ചവർ അക്കാര്യമൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മറ്റുള്ളവർക്ക് കൂടി അതൊരു ആശ്വാസമാകും. ഈ പുതിയ ഗഡു കൂടി എത്തുന്നതോടെ കർഷകർക്ക് ലഭിക്കുന്ന ആകെ ധനസഹായത്തിൽ വലിയ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനോടകം തന്നെ 21 ഇൻസ്റ്റാൾമെൻറ്റുകളിലായിട്ട് 42,000 രൂപയോളമാണ് കർഷകർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൂടി നൽകിയപ്പോൾ 2000 രൂപ കൂടി ലഭിക്കുന്നതോടെ ഓരോ ഗുണഭോക്താവിനും ലഭിച്ച ആകെ തുക അത് 44,000 രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇത് കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രധാനമായും കാർഷിക ആവശ്യങ്ങൾക്കുള്ള വളം വാങ്ങുന്നതിനോ മറ്റ് ചെലവുകൾക്കോ ഒക്കെ ആയിട്ട് ഈ തുക വലിയൊരു ആശ്വാസമാണ്. 23ാമത്തെ ഗഡുവിനായിട്ടുള്ള നടപടികൾ വരും മാസങ്ങളിൽ തന്നെ ആരംഭിക്കുമെന്നതിനാൽ തന്നെ ഈ ധനസഹായ പദ്ധതി വരും വർഷങ്ങളിലും തടസ്സങ്ങളില്ലാതെ തുടരുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പ്രവാസി കേരളീയർക്കായിട്ടുള്ള സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള നോർക്ക കെയറിൻ്റെ 2ാം ഘട്ട എൻറോൾമെൻറ്റിനും പരിഷ്കരിച്ച നോർക്ക കെയർ പ്ലസ് പദ്ധതിക്കും തുടക്കമായിരിക്കുകയാണ്. ഈ പദ്ധതിയുടെയും എൻറോൾമെൻറ്റിൻ്റെയും ഒക്കെ തന്നെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ നോർക്ക കെയർ പ്ലസ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ലോഞ്ചും നോർക്ക റൂട്ട്സ് റെസിഡൻറ്റ് വൈസ് ചെയർമാൻ P. ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. പ്രവാസി സമൂഹത്തിൻ്റെ ആവശ്യപ്രകാരം കൂടുതൽ സ്ലാബുകൾ ഉൾപ്പെടുത്തിയാണ് നോർക്ക കെയർ പ്ലസ് വിപുലീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 18 മുതൽ 70 വയസ്സ് വരെയുള്ള സാധുവായിട്ടുള്ള നോർക്ക പ്രവാസി IDയോ സ്റ്റുഡൻറ്റ് IDയോ NRK IDയോ ഉള്ള പ്രവാസി കേരളീയർക്കാണ് പദ്ധതിയിൽ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയുള്ള പോളിസികളിൽ പോളിസി ഉടമയുടെ പങ്കാളിയെയും, അതായത് ഭാര്യ, ഭർത്താവ് ഉൾപ്പെടെ 80 വയസ്സ് വരെയുള്ള മാതാപിതാക്കളെയും ഉൾപ്പെടുത്താൻ സാധിക്കും. 5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയുള്ള 7 വിവിധ സ്ലാബുകളിലായിട്ട് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന നോർക്ക കെയർ പ്ലസ് പദ്ധതി വഴി കേരളത്തിലെ 500-ലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ 18,000-ഓളം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. നിലവിൽ നോർക്ക കെയറിൽ അംഗമായവർക്കും 10 ലക്ഷമോ അതിന് മുകളിലോ ഒക്കെ ഉള്ള നോർക്ക കെയർ പ്ലസ് സ്ലാബുകളിലേക്ക് മാറാവുന്നതാണ്. നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.norcaroots.kerala.gov.in വഴിയോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഒക്കെ ലഭ്യമായിട്ടുള്ള നോർക്ക കെയർ പ്ലസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയോ 2026 ഏപ്രിൽ 12 വരെ എൻറോൾ ചെയ്യാം. ഈ കാലയളവിൽ എൻറോൾ ചെയ്യുന്നവർക്ക് 2026 ഏപ്രിൽ 15 മുതൽ 1 വർഷത്തേക്കായിരിക്കും പോളിസിയുടെ കാലാവധി എന്ന് പറയുന്നത്. 2025 സെപ്റ്റംബർ 22 മുതൽ നവംബർ 30 വരെ നടന്ന നോർക്ക കെയറിൻ്റെ ആദ്യഘട്ട എൻറോൾമെൻറ്റിൽ 1,32,000-ഓളം പ്രവാസി കുടുംബങ്ങളാണ് പങ്കാളികളായത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഈ ഓട്ടോറിക്ഷകൾ, ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷകൾ സബ്സിഡി നിരക്കിൽ വാങ്ങാൻ സംസ്ഥാന സർക്കാർ അവസരമൊരുക്കുന്നു. സർക്കാരിൻ്റെ ഈ മൊബിലിറ്റി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓട്ടോറിക്ഷകളൊക്കെ വാങ്ങാനായിട്ട് അവസരമുണ്ടാവുക. 30,000 രൂപയാണ് സബ്സിഡി നൽകുന്നത്. ഇപ്പോൾ അപേക്ഷാ നടപടികൾ പുരോഗമിക്കുകയാണ്.
1000 ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷകൾക്കാണ് ഓരോ വർഷവും സബ്സിഡി അനുവദിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള www.mvd.kerala.gov.in വഴി അപേക്ഷിക്കുന്ന ആദ്യത്തെ 1000 അർഹരായിട്ടുള്ള അപേക്ഷകർക്കാണ് ഈ സബ്സിഡി ലഭിക്കുന്നത്. കൂടാതെ ഈ സാമ്പത്തിക വർഷത്തിൽ അനുവദിക്കുന്ന സബ്സിഡി അത് പ്രധാനമായിട്ടും അപേക്ഷകളിൽ 500 എണ്ണം മാർച്ച് 15-ന് മുൻപ് അപേക്ഷിക്കുന്ന വനിതകൾക്കായിട്ട് പ്രത്യേകം സംവരണം ചെയ്തിട്ടുണ്ട്. വനിതാ അപേക്ഷകരിൽ നിന്നും നിശ്ചിത അപേക്ഷകൾ ഈ സമയപരിധിക്കുള്ളിൽ ലഭ്യമായില്ലെങ്കിൽ ഈ ആനുകൂല്യം അത് പൊതുവിഭാഗത്തിലേക്ക് മാറ്റപ്പെടും. അപേക്ഷ നൽകേണ്ടത് ഓൺലൈനായിട്ടാണ്. 2019 ഏപ്രിൽ 1 മുതൽ രജിസ്റ്റർ ചെയ്ത ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷകളുടെ ഉടമകൾക്കും ഇതുവരെ ഈ പദ്ധതി പ്രകാരം ഈ ഓട്ടോ സബ്സിഡി ലഭിക്കാത്തവർക്കുമാണ് അപേക്ഷിക്കാനാവുക. സബ്സിഡി ഒരു വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ഒരു വാഹനത്തിന് മാത്രമേ അനുവദിക്കുകയുള്ളൂ. മാത്രമല്ല അർഹതാ മാനദണ്ഡങ്ങളും അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വിശദമായിട്ടുള്ള നടപടിക്രമങ്ങൾ മനസ്സിലാക്കാനായിട്ട് mvd.kerala.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ചിലപ്പോൾ 2 മാസത്തെ തുക ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ കൂടി വിഷു ഈസ്റ്ററൊക്കെ പ്രമാണിച്ചുകൊണ്ട് മുൻകൂട്ടി ഒരുപക്ഷെ വിതരണം ചെയ്തേക്കാം. അതിൽ ഔദ്യോഗിക ഉത്തരവുകൾ വരേണ്ടതായിട്ടുണ്ട്. ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നതിൽ കണക്കിലെടുത്താൽ മാർച്ച് മാസത്തെ തുക ഒന്നെങ്കിൽ വൈകിപ്പിച്ച് ഏപ്രിൽ മാസത്തേത് നേരത്തെയാക്കുകയോ ചെയ്തുകൊണ്ട് 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകാനാണ് നമുക്ക് കൂടുതലും സാധ്യതയുള്ളത്. 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മാർച്ച് മാസത്തിൽ തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും. അത് 25-ാം തീയതി ബുധനാഴ്ച മുതലായിരിക്കും നമുക്ക് ലഭിക്കുകയെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന സൂചന. ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടിയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത്. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും മറ്റ് പ്രധാന അറിയിപ്പുകളും നിലവിൽ മുൻകൂട്ടി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസം പകുതിയോടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ഒക്കെ തന്നെ നിലവിൽ വരാൻ സാധ്യതയുള്ളതിനാലാണ് ഇത്തരത്തിൽ സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ അത് തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികളൊക്കെ തന്നെ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റംസാൻ പ്രമാണിച്ച് പ്രത്യേക ഭക്ഷ്യ കിറ്റുമായിട്ട് സപ്ലൈകോ. റംസാൻ നിലാവ് എന്ന് പേരിട്ടിരിക്കുന്ന കിറ്റിൽ 1018 രൂപ വിപണി വില വരുന്ന 15 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കിറ്റ് ഉപഭോക്താവിന് 786 രൂപയ്ക്ക് നൽകും. 1 കിലോ വീതം ശബരി അപ്പം പൊടി, പുട്ടുപൊടി, 100 ഗ്രാം വീതം ചിക്കൻ മസാല, പെരുംജീരകം, മീറ്റ് മസാല, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കശ്മീരി മുളക് പൊടി, 50 ഗ്രാം കുരുമുളക് പൊടി, 1 കിലോ വീതം റവ, പഞ്ചസാര, 250 ഗ്രാം ശബരി ഗോൾഡ് ചായപ്പൊടി, ഏലക്കായ 20 ഗ്രാം, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് 20 വരെയാണ് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കൂടിയും കുറഞ്ഞും സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ഇതിനിടെ വെള്ളിയാഴ്ച മാർച്ച് 13-ാം തീയതി സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. തുടർച്ചയായിട്ടുള്ള 2ാം ദിനമാണ് വില കുറഞ്ഞത്. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 90 രൂപയും പവന് 720 രൂപയും കുറഞ്ഞു. ഗ്രാമിന് 14,780 രൂപയിലും പവന് 1,18,240 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.